ഗായ്സ് പെറുവിലാണ്. ഇവിടെ പിന്നെ സ്പാനിഷാണ് ഫുള്ളും ആൾക്കാർ സംസാരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കടയിൽ കയറിയിട്ട് ഒരു ഫീ വെള്ളം മേടിച്ചിട്ട് വരുന്നത് ഞാൻ കാണുന്നത്. ഇത് കാണാൻ സാധിക്കും ഇവിടുത്തെ പൈസ. ഇപ്പോൾ നമ്മൾ $US കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബാലൻസ് ചേഞ്ചാണ്. അത് ഇവിടുത്തെ പെറു മണിയുടെ ചേഞ്ചാണ് നമുക്ക് കൈ കിട്ടുന്നത്. ഇംഗ്ലീഷൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കയ്യിൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് വേണം സാധനങ്ങൾ പോയി മേടിക്കാനായിട്ട്. ഇത് ലീമ പെറു ആണ്. ഇത് ലീമ പെറുവിലെ ആ സ്ഥലമാണ് ഈ കാണുന്നത്. ബിൽഡിങ്ങൊക്കെ നല്ല അടിപൊളി ബിൽഡിങ്ങാണ്, പക്ഷേ എല്ലാം സ്പാനിഷാണ്. നമുക്ക് സ്പാനിഷ് അറിയാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി ലൊക്കേഷനാണ്, നല്ല ക്ലൈമറ്റും നല്ല നൈസ് ലൊക്കേഷനാണ്. കമ്പനി അറേഞ്ച് ചെയ്ത് തന്ന അക്കോമഡേഷൻ അതിൻ്റെ ബിൽഡിങ്ങാണ് അപ്പുറത്ത് കാണാൻ സാധിക്കും. ഡാസ്ലർ ബൈ വിൻഡർ ഹോട്ടൽ കാണുന്ന 8ാമത്തെ ഫ്ലോറിലാണ് കമ്പനി നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഇത് കാണാൻ സാധിക്കും വെള്ളം. ഞാൻ എൻ്റെ ബില്ലൊന്നും എടുത്ത് കാണിച്ചു തരാം. ഇതിവിടുത്തെ ആൾക്കാരാണ് ഈ പോകുന്നത്. സമയത്ത് ഇവിടുത്തെ ബില്ലാണ് 2.90 ആ റേറ്റാണ് ഇതിൽ വരുന്നത്. $US കൺവേർട്ട് ചെയ്യുമ്പോൾ $0.7 ആ റേറ്റാണ് നമുക്ക് ഒരു കുപ്പി വെള്ളം, ഒരു ലിറ്റർ വെള്ളത്തിന് വരുന്നത്. ഇനി എൻ്റെ മണി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഗോൾഡൻ കളർ നല്ല അടിപൊളി സാധനമാണ്. 10 രൂപ സെൻറ്റിമോ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതാണ് ഐറ്റം. എന്തായാലും ഒരു 10-15 ചില്ലറ കൈ തോന്നിട്ടുണ്ട്. എന്തായാലും ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. എന്നാലും നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. അതാണ് ഇവിടുത്തെ പൈസ കൊണ്ടുള്ള ഗുണം. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് ചെയ്യുമ്പോൾ മാക്സിമം $US കയ്യിൽ കൊണ്ടുവരിക. കയ്യിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ. എല്ലാ സ്ഥലത്തും $US അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. അവിടെ വരെ പോയിട്ടും തിരിച്ചു വരാം. നല്ല അടിപൊളി ലൊക്കേഷനാണ്. നല്ല ക്ലൈമറ്റും തണുപ്പും ചൂടും കൂടി കലർന്ന ക്ലൈമറ്റാണ്. പിന്നെ എല്ലാവർക്കും ഇവിടുത്തെ സ്പാനിഷ് ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ കൺവെർട്ടർ വെച്ചിട്ട് വേണം കൺവേർട്ട് ചെയ്തിട്ട് നോക്കാനായിട്ട്. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാമെന്നുള്ളൂ. ഇവിടെ ആൾ ജോഗിങ്ങാണ് കാണുന്നത്. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം. ഇവിടുത്തെ സിഗ്നലാണ്. ലൊക്കേഷനൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്. ഒട്ടും അഴുക്കുകളൊന്നുമില്ല വഴികളിൽ. ഇവിടെ നിന്ന് നമുക്കിനി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം. അവിടെ നിന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ ലൊക്കേഷൻ. എല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ്. അതായത് പട്ടീനെ കൊണ്ട് പോകണം വണ്ടിയിൽ. ഞങ്ങൾക്ക് അപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്യാം. അവിടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. നമ്മൾ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂവ് ചെയ്യാം. ഇവിടുത്തെ പോലീസിന് വണ്ടിയാന്ന് തോന്നും. പോലീസിന് വണ്ടിയാണ്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാം. അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചെറിയൊരു സിറ്റി ലീമ. നല്ല അടിപൊളി വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്, നല്ല ഹൈറ്റ്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിൽ മലയാണ്. മലയുടെ നടുക്കൊരു സിറ്റി, അതാണ് ലീമ പെറു. പിന്നെ ആൾക്കാരൊക്കെ നല്ല വെളുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ അറിയാലോ ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടുത്തെ ഫ്ലാഗ് കാണാൻ സാധിക്കും. ഇവിടുത്തെ പെറുവിലെ ഫ്ലാഗ്. റഷ് ആയിട്ടുള്ള ഹൈവേ ആണ്. വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ട് ക്രോസ് ചെയ്തില്ലെങ്കിൽ നല്ല പണിയായിരിക്കും. ഇതാണ് നമ്മുടെ കമ്പനി എടുത്ത് തന്ന ഹോട്ടൽ.
ഇവിടെ അതിലും കോമഡിയാണ്. അവിടുത്തെ ഫുഡ് കഴിക്കണമെങ്കിൽ അവിടുത്തെ മണിയും നമുക്ക് അനുവദിച്ചിട്ടുള്ളത് $40. ഈ $40 അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവരുടെ മണിയും പ്ലസ് $ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് ബാലൻസ് അത് വെച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നല്ല മണി കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കയ്യിലുള്ള പൈസ കൊടുത്ത് വെക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. സോ ഇതാണ് ലീമ പെറുവിലെ കാഴ്ചകൾ. ഗൈസ്, ലീമ പെറു നല്ല അടിപൊളി ലൊക്കേഷനാണ്. തണുപ്പൊക്കെ ചെറിയ തണുപ്പും ചൂടായിട്ടുള്ള ക്ലൈമറ്റാണ്. എന്തായാലും നല്ല അടിപൊളി പ്ലേസാണ്. ഇത് കമ്പനി എടുത്തുന്ന അക്കോമഡേഷൻ ആണ് ഈ പുറകിൽ ഈ കാണുന്നത്. എന്നാലും നല്ല അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ സ്പാനിഷ് നമുക്ക് അറിയണം, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സംസാരിക്കാനായിട്ട്. പിന്നെ സ്പാനിഷ് അറിയാൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഫോണിൽ വെച്ച് കൺവേർട്ടർ ഉണ്ട്, അത് വെച്ചിട്ട് മണി കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണോ ബാലൻസ് വരുന്നത് അതനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ $, വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. വരുന്ന സമയത്ത് കയ്യിൽ ചേഞ്ച് ചെയ്ത് വെക്കുക $. അതിനാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കുകയും ചെയ്യാം.